കഴിഞ്ഞ ദിവസം യമനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. തലസ്ഥാനമായ സനായിലെ വൈദ്യുതി നിലയമാണ് ഇസ്രായേൽ ആക്രമിച്ചത്. സനായുടെ തെക്ക് ഭാഗത്തുള്ള ഹാസിസ് പവർ സ്റ്റേഷനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ആക്രമണം സ്റ്റേഷന്റെ ജനറേറ്ററുകളെ ബാധിച്ചു. പ്രദേശത്ത് വലിയ വൈദ്യുതി തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. വൈദ്യുതി നിലയത്തിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ നാവികസേനയാണെന്ന റിപ്പോർട്ടുകളും പിന്നീട് പുറത്തു വന്നു. യമൻ തലസ്ഥാനമായ സനായ്ക്കടുത്ത് ഹൂതി ഭരണകൂടം ഉപയോഗിക്കുന്ന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി IDF സ്ഥിരീകരിച്ചു. ഇക്കാര്യം ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ നാവികസേനയാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇസ്രായേലിനും പൗരന്മാർക്ക് നേരെ ഹൂതികൾ ആവർത്തിച്ച് ആക്രമണം നടത്തുകയാണ്. ഈ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് സാനയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്നും IDF പറഞ്ഞു. ഇസ്രായേൽ ലക്ഷ്യമിട്ട് യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ശക്തമായ ആക്രമണം നടത്തുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഹൂതികൾ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇസ്രായേൽ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുന്നതിന് പുറമെ ചെങ്കടലിലും ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുകയും ഗാസയ്ക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് യമൻ സായുധ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പവർ പ്ലാന്റിലുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ പ്രതികരണവുമായി ഹൂതികളെത്തി. ആക്രമണം ഉണ്ടായതായി ഹൂതികൾ പറഞ്ഞു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള അൽ മസിറ ടിവിയാണ് പ്രതികരണം റിപ്പോർട്ട് ചെയ്തത്. അതിനിടെ പവർ പ്ലാന്റിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ശക്തമായ മിസൈൽ ആക്രമണം ഹൂതികൾ നടത്തി. ഇസ്രായേൽ എയർപോർട്ടിൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. മേഖലയിൽ ഉടനീളം മിസൈൽ മുന്നറിയിപ്പുകൾ മുഴങ്ങിയതോടെ ഇസ്രായേൽ പ്രതിരോധം ശക്തമാക്കി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീഡിയോ പ്രസ്താവനയും പുറത്തിറക്കി. വീഡിയോയിൽ പരിഭ്രാന്തനായാണ് നെതന്യാഹു സംസാരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. ഇതോടെ മിഡിൽ ഈസ്റ്റിലുടനീളം യുദ്ധം വ്യാപിക്കുമെന്ന ഭയം വർദ്ധിക്കുകയാണ്. 2003 നവംബറിലാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ഇസ്രായേലിനെയും സമുദ്ര ഗതാഗതത്തെയും ആക്രമിക്കാൻ തുടങ്ങിയത്. യമനിൽ ഹൂതികൾക്കെതിരെ US-ഉം UK-യും മുമ്പ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. മെയ് മാസത്തിൽ ഹൂതികളുമായി US ഒരു കരാർ പ്രഖ്യാപിച്ചു. കപ്പലാക്രമണങ്ങൾ അവസാനിപ്പിക്കണം. അതിനു പകരമായി ഹൂതികൾക്കെതിരായ ബോംബാക്രമണം നിർത്താൻ US സമ്മതിച്ചു. എന്നാൽ ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾ നിർത്തുന്നത് കരാറിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് ഹൂതികൾ പ്രഖ്യാപിച്ചത്. US-നെതിരെയുള്ള ആക്രമണം നിർത്തിയപ്പോഴും ഹൂതികൾ ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുന്നു. അടുത്തിടെ ചെങ്കടലിലും ഹൂതികൾ ആക്രമണം തുടങ്ങിയിരുന്നു. അതിനൊപ്പം ഇസ്രായേൽ ലക്ഷ്യമിട്ടും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. അതിനിടെയാണ് യമനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത്.